കർക്കിടകത്തിൽ മരുന്നുകഞ്ഞി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുറുക്കുകളും. ഇന്ന് നമ്മൾ തെങ്ങിൻ പൂക്കുല കൊണ്ടുള്ള ഒരു കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി തെങ്ങിൻ്റെ ഇളം കൂമ്പാണ് എടുക്കേണ്ടത്. ഇവിടെ അതുപോലൊരു പൂക്കുല എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അടർത്തിയെടുക്കാം. നമ്മൾ പൂക്കുലയെല്ലാം അടർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇളം ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പൂക്കുല കുറുക്കിയെടുക്കാൻ വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി 3/4 കപ്പ്, കരിപ്പൊട്ടി ചീകിയത് 1 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, പിന്നെ പാലും വെള്ളം കൂടെ 2 കപ്പ്. അത് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഇഷ്ടമുള്ളത് എടുക്കാം. നമുക്ക് ഈ പൂക്കുല അരച്ചതിലേക്ക് നെയ്യും ഏലക്കാപ്പൊടിയും ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി, കരിപ്പെട്ടി ചീകിയത്, ഇനി പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി ചെറിയ തീയിൽ വെച്ചത് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്നുണ്ട്. നമുക്കിനി നെയ്യും ഏലക്കാപ്പൊടിയും ചേർക്കാം. തെങ്ങിൻ പൂക്കുല കുറുക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമാണ്. പിന്നെ പ്രസവ രക്ഷയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്.